ദീപിക ദിനപത്രം നമുക്കറിയാം, ഈ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മുഖപത്രമാണ്. ആ മുഖപത്രം BJP-ക്കാരെയും RSS-കാരെയും സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ചും ഈ വഖഫ് ഭേദഗതി ബില്ല് വന്ന സമയത്ത് ഈ ദീപിക പത്രത്തിൽ നിരവധി ലേഖനങ്ങൾ ഈ BJP-യുടെ ഈ വഖഫ് ബില്ലിന് അനുകൂലമായിട്ട് നിരവധി ലേഖനങ്ങൾ വന്നു, മുഖപ്രസംഗങ്ങൾ വന്നു. സഭയുടെ തലപ്പത്തിരിക്കുന്ന പലരും ഈ ബില്ലിന് അനുകൂലമായിട്ട് വാർത്താ സമ്മേളനം നടത്തി, വീഡിയോ ചെയ്തു. അങ്ങനെ പല BJP-ക്ക് അനുകൂലമായിട്ട് പലതും ചെയ്തു. മാത്രമല്ല, ഈ സഭയുടെ അഖിലേന്ത്യാ ബോഡി, ആ ബോഡി ഈ ബില്ലിന് അനുകൂലമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ ഒരു ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. അങ്ങനെയുള്ള ദീപിക ദിനപത്രം ജൂലൈ 14 എഴുതിയിട്ടുള്ള മുഖപ്രസംഗം, അത് ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടക്കരച്ചിലാണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ BJP-യും RSS-ഉം ക്രിസ്ത്യാനികൾക്കെതിരെ ഈ ഒഡീഷയിലും മഹാരാഷ്ട്രയിലും UP-യിലൊക്കെ നടത്തുന്ന ആക്രമണങ്ങളെ കുറിച്ചുള്ള ഒരു ഭയങ്കര വിലാപമാണ്. ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിലെ BJP MLA ആയിട്ടുള്ള ഗോപിചന്ദ് പതേൽക്കർ അദ്ദേഹം പറഞ്ഞത്, ഈ മഹാരാഷ്ട്രയിലെ ഈ ക്രിസ്ത്യൻ പാതിരിമാരെയും അതുപോലെ തന്നെ മിഷണറിമാരെയും ആക്രമിക്കുന്ന ആളുകൾക്ക് 3 ലക്ഷം മുതൽ 11 ലക്ഷം വരെ പാരിതോഷികം നൽകുമെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അക്കാര്യമാണ് ഈ മുഖപ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യം. മറ്റൊരു MLA ആയിട്ടുള്ള സഞ്ജയ് കുട്ട പറയുന്നത്, ധൂലെ, നന്ദർബാർ എന്നീ ജില്ലകളിലെ ഈ ക്രിസ്ത്യൻ മിഷണറിമാരെ വ്യാപകമായിട്ട് ആദിവാസികളെ മതപരിവർത്തനം ചെയ്യുന്നുവെന്നാണ് മറ്റൊരു MLA പറയുന്നത്. മാത്രമല്ല, ഈ ജില്ലകളില് അനധികൃതമായിട്ട് ധാരാളം ഈ ചർച്ചുകൾ ഈ അടുത്ത കാലത്തായിട്ട് പണിതിട്ടുണ്ടെന്നും ഈ MLA നിയമസഭയിൽ പറയാണ്. അനൂപ് അഗർവാൾ എന്ന MLA-യും സമാനമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പം ഈ 3 MLA-മാരും ഇങ്ങനെ ആരോപണം ഉന്നയിച്ച സമയത്ത് അവിടുത്തെ റവന്യൂ മന്ത്രി എന്താ പറഞ്ഞത്, ഈ പറയുന്ന ഈ MLA-മാർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അടിയന്തരമായിട്ട് അന്വേഷിക്കും എന്ന് മാത്രമല്ല, ഈ അനധികൃതമായിട്ട് ഉണ്ടാക്കിയ ഈ ചർച്ചകൾ തിരിച്ചു നിരപ്പാക്കുമെന്നും ഈ റവന്യൂ മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ ഈ മുഖപ്രസംഗത്തിൽ വളരെ സങ്കടത്തോടെ ഈ പത്രം പറയുന്നുണ്ട്. ദീപികയുടെ മുഖപ്രസംഗത്തിൽ പറയുന്ന മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാല്, നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന 2014 മുതൽ 2024 വരെ ഇന്ത്യയിലൊന്നാകെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് 4316 ആക്രമണങ്ങൾ നടന്നുവെന്നാണ് ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത്. മോദി അധികാരത്തിൽ വന്ന 2014 127 ആക്രമണങ്ങളാണ് നടന്നതെങ്കിൽ 2024 മാത്രം 834 ആക്രമണങ്ങൾ നടന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ മൊത്തം 4316 ആക്രമണങ്ങൾ. ദീപിക പറയുന്ന മറ്റൊരു സംഘടന എന്താണെന്ന് വെച്ചാല്, UP-യിൽ ഉത്തർപ്രദേശില് 2020 നവംബർ മുതൽ 2024 വരെ 31 പേരെ മതപരിവർത്തനം ആരോപിച്ച് അവർക്കെതിരായിട്ട് കേസുകൾ എടുത്തതാണ് പറയുന്നത്. ഈ കേസെടുത്ത 31 പേർക്കെതിരായിട്ട് 835 FIR-കളാണ് ഈ UP പോലീസ് എടുത്തിട്ടുള്ളത്. മാത്രമല്ല 1682 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ മതപരിവർത്തനം ആരോപിച്ചു. ദീപികയുടെ പ്രധാന ഫോക്കസ് എന്താണെന്ന് വെച്ചാല്, കഴിഞ്ഞ ദിവസം ഇവിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്നത് തിരുവനന്തപുരത്ത്. അപ്പൊ ആ വന്ന സമയത്ത് അമിത്ഷാ പറഞ്ഞു 2026 കേരളം പിടിക്കണമെന്നാണ്, BJP കേരളം പിടിക്കണം. അതിനുവേണ്ടി ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ളവരെ അവരുടെ വോട്ട് കൂടി സമാഹരിച്ചുകൊണ്ട് ഈ BJP കേരളം പിടിക്കണമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. അപ്പൊ ദീപിക പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ കേരളം, ഗോവ പോലുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ നിർണായകമായിട്ടുള്ള സംസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനങ്ങളിലൊക്കെ BJP-ക്ക് ഒരു നയവും, അതുപോലെ ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ ദുർബലമായിട്ടുള്ള സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശ്, ഒഡീഷ, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ അവര് ഈ അക്രമികൾക്കൊപ്പം ചേരുന്ന ഒരു നയമാണ് BJP സ്വീകരിക്കുന്നത്. ഈ ഇരട്ടത്താപ്പ് BJP അവസാനിപ്പിക്കണമെന്നാണ് ഈ ദീപിക പത്രം വളരെ താഴ്ന്ന് അപേക്ഷിക്കുന്നത്. ഏതായാലും ദീപികയുടെ ഈ കൂട്ടക്കരച്ചിൽ കാണാൻ നല്ല രസമുണ്ട് എന്ന് മാത്രമേ പറയാറുള്ളൂ.